4 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നില്ല ദീപുവിന്റെ ജീവിതം. ഉറക്കമെഴുന്നേറ്റാൽ ദീപുവിന് കൈവിറയ്ക്കും. പിന്നെ മദ്യപിക്കണം. അതിനായി എന്തു ചെയ്തും പണം ഒപ്പിക്കും. പണം തികയാതെ വരുമ്പോൾ വൈഫിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, പിന്നെ പുറത്തുനിന്നൊക്കെ കടം വാങ്ങി ഒരുപാട് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ആളുടെയും തന്നെ പണം കടം വാങ്ങുന്ന ഒരവസ്ഥയിലോട്ടെത്തി. 2014 മദ്യം ദീപുവിനെ തകർക്കാൻ തുടങ്ങിയത്. ആദ്യം ചെറിയ അളവിൽ തുടങ്ങി. പിന്നെ മദ്യമില്ലാതെ ഒരു നിമിഷം മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. ആദ്യമൊക്കെ വളരെ ചെറിയ രീതിയിൽ ഒരു 2 പെക്കൊക്കെ ഒരു ദിവസം കഴിക്കും. പക്ഷെ പിന്നീടായപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ അളവ് കൂടി വന്നു. 2 എന്നുള്ള 4 ആയി, 5 ആയി. പിന്നെ 5 കഴിച്ചാലും മതിയാകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടൊക്കെ എത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ എനിക്ക് പിന്നെ മദ്യമില്ലാതെ കിടക്കാൻ നമ്മൾ എണീക്കാൻ പോലും പറ്റില്ല. കാരണം ശക്തമായ വിറയൽ, അതിൻ്റെ വിഡ്രോവൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. മദ്യത്തിന് അടിമപ്പെട്ടതോടെ ജോലി നഷ്ടമായി. കുടുംബം സാമ്പത്തികമായി തകർന്നു. വീടും സ്ഥലവും ജപ്തി ഭീഷണിയിലായി. അപ്പോഴും മദ്യം മാത്രമായിരുന്നു ദീപുവിന് ആവശ്യം. ഭീമമായ കടം, കാരണം വസ്തു ലോൺ ഉണ്ടായിരുന്നു, അത് 15 ലക്ഷം രൂപയോളം ജപ്തിയിലായി. വീട്ടിൽ ആഹാരം എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥയിലോട്ട്. വൈഫിന് ഒരു ചെറിയ ജോലിയുണ്ട്, പക്ഷെ ആ ജോലിക്ക് കിട്ടിയ 10-15 രൂപ കിട്ടിയോണ്ട് മാത്രം ആകത്തില്ല. അപ്പോൾ അതിൽ നിന്നൂടെ ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കുടിക്കാനായിട്ടുള്ള രീതിയിലോട്ടൊക്കെ ആയപ്പോഴാണ്